പഠന സിദ്ധാന്തങ്ങൾ തുടർച്ച ഫീൽഡ് തിയറി ക്ഷേത്ര സിദ്ധാന്തം ഉപജ്ഞാതാവ് കാർഡ് ലെവിൻ. കാർഡ് ലെവിൻ ക്ഷേത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസംഖ്യം ആകർഷണ വികർഷണ ശക്തി ഉൾക്കൊള്ളുന്ന ജൈവ സ്ഥലമാണ്, അതായത് ലൈഫ് സ്പേസ്. അടുത്തത് തിയറി ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രബലന സിദ്ധാന്തം ഉപജ്ഞാതാവ് ക്ലാർക്ക് എൽ ഹൾ. ഹൾ പരീക്ഷണത്തിനായി ഉപയോഗിച്ച ജീവി എലി. ഈ സിദ്ധാന്തപ്രകാരം സ്റ്റിമുലസ് റെസ്പോൺസ് SR ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതാണ് നീഡ് റിഡക്ഷൻ, അതായത് ന്യൂനീകരണം. ഒരു സ്റ്റിമുലസും ഒരു റെസ്പോൺസും ഉണ്ടാകണം. അതായത് ഒന്നും കൂടെ വിശദീകരിച്ചിട്ടാണെങ്കിൽ, ഒരു ചോദകം അതായത് സ്റ്റിമുലസിനെ പിന്തുടർന്ന് ഒരു പ്രതികരണം അതായത് റെസ്പോൺസ് ഉണ്ടാകാൻ ഒരു ആവശ്യം, അതൊരു നീഡ് റിഡക്ഷൻ ഉണ്ടാവുകയും ചെയ്താൽ പിന്നീട് ആ ബന്ധം ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കും. പ്രിൻസിപ്പൽസ് ഓഫ് ബിഹേവിയർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ഹൾ. അടുത്തത് തോണ്ടേക്കിൻ്റെ സംബന്ധവാദം തിയറി ഓഫ് കണക്ഷനിസം. പൂച്ചയിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. നമുക്കറിയാം ഉപജ്ഞാതാവ് EL തോണ്ടേക്ക് മുഴുവൻ പേര്. തോണ്ടേക്ക് അവതരിപ്പിച്ച ശ്രമപരാജയ അതായത് ട്രയൽ ആൻഡ് എറർ സിദ്ധാന്തമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതായത് ഒരു സ്വാഭാവിക ചോദനം ഒരു സ്വാഭാവിക പ്രതികരണത്തിന് ഇടയാക്കുന്നു. തോണ്ടേക്കിൻ്റെ പഠന നിയമങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്, ഏതൊക്കെ, അതെപ്പോഴും സാധാരണ വന്നിട്ടുള്ളതാണ്, ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതായത് പഠന നിയമങ്ങൾ അറിയപ്പെടുന്നത് പഠനത്രയം, ട്രിലോഗി ഓഫ് ലേണിംഗ്. ഇനി അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലോ ഓഫ് റെഡിനെസ് സന്നദ്ധതാ നിയമം, ലോ ഓഫ് എഫക്റ്റ് ഫല നിയമം, ലോ ഓഫ് എക്സസൈസ് അഭ്യാസ നിയമം. അടുത്തത് പഠന ശ്രേണി ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഉപജ്ഞാതാവ് RM ഗാഗ്നെ. ഗാഗ്നെ രചിച്ച പുസ്തകമാണ് ദ കണ്ടീഷൻ ഓഫ് ലേണിംഗ്. ഇനി ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിങ്ങിന് ഒരു 8 പോയിന്റുകളുണ്ട്. സിഗ്നൽ ലേണിങ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്, ചെയിന്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്, പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോബ്ലം സോൾവിങ്, അതായത് പ്രശ്ന പരിഹാരം. ഗാഗ്നയുടെ പഠന പ്രക്രിയയുടെ വ്യവസ്ഥാപിക മാർഗങ്ങളാണ് ഇതൊക്കെ. ഗാഗ്നയുടെ അഭിപ്രായത്തിൽ പഠനത്തിൻ്റെ ആന്തരിക ഫലം പ്രശ്ന പരിഹാരമാണ്, അതായത് പ്രോബ്ലം സോൾവിങ്. ഓക്കെ, താങ്ക് യു.